ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ടൈം പാസ് ആയിട്ടാണ് സ്നേഹിക്കുന്നത്. അതായത് വെറുതെ ഒരു സമയം നേരം പോക്കിന് വേണ്ടിയിട്ട് സ്നേഹിക്കുകയാണ്, ഒരു ടൈം പാസ് റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് അറിയാൻ പറ്റുക എന്നുള്ളതാണ്. ചിലപ്പോൾ പലരും ഈ പറയാൻ പോകുന്ന പല കാര്യങ്ങളിലും ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ടൈം പാസ് ആണ് എന്നുള്ളത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ജസ്റ്റ് ഒരു നേരം പോക്ക് മാത്രമാണ്. അവർ ഈ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകണമെന്നോ സീരിയസ് ആയിട്ട് എടുക്കണമെന്നോ വിചാരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ അവർ ഒരിക്കലും പ്രയോറിറ്റൈസ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും അവർ തരുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അവർ കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും അവർ മനസ്സിലാക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ബിഹേവിയേഴ്സും അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ വല്ല ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് അതിനെക്കുറിച്ച് പറയുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഒപ്പീനിയൻ ചോദിക്കുക എന്നത് പോയിട്ട് നിങ്ങളോട് ആ ഒരു കാര്യത്തെക്കുറിച്ച് പോലും അവർ അറിയിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കാതിരിക്കുക, നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും അവർ ശ്രദ്ധിക്കാതിരിക്കുക, നിങ്ങളെക്കാൾ കൂടുതൽ സമയം മറ്റുള്ളവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറവുകൾ സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം നമുക്ക് അവർ പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യവും തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും അവോയ്ഡ് ചെയ്യുകയാണ്, നിങ്ങളുടെ കോൾസും കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, ഇതൊക്കെ ഈ ഒരു കാര്യത്തിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു മീനിങ് ഫ്യൂച്ചർ കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടാവില്ല. സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത് ഒറ്റയ്ക്കായിട്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പറയുന്നുണ്ടാവും, അവരവരുടെ ഭാവിയെക്കുറിച്ച് പറയുന്നുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും കൂട്ടി സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ പോലും അവരവരുടെ കാര്യങ്ങൾ മാത്രവും നോക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കറക്റ്റ് ചിന്തിക്കാൻ പറ്റില്ല രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും ഭാവി എങ്ങനെയായിരിക്കും, രണ്ടുപേരും ഒരുമിച്ചുള്ള മൊമെന്റ്സ്, ഇങ്ങനെയൊന്നും കൃത്യമായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഭാവിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മാരേജിനെ കുറിച്ച് ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും അവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ഭാവി കാര്യങ്ങളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, അവരുടെ ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഒരു സമയത്ത് വലിയ സ്നേഹമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും അവർ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കും, അപരിചിതനെ പോലെയാവും നിങ്ങളോട് പെരുമാറുണ്ടാവുക എന്നുള്ളതാണ്. അതായത് പിടി കിട്ടാത്ത രീതിയിലാണ് അവരുടെ സ്വഭാവം കാണുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ദിവസം നമ്മളെ അടയും ചക്കരയാണെങ്കിൽ പിറ്റേ ദിവസം കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത്. ആ രീതിയിലൊക്കെ ആവും അവർ പെരുമാറുക എന്നുള്ളതാണ്. ഒരു ദിവസം ചിലപ്പോൾ നല്ല സ്നേഹം ഉണ്ടാവും, പിറ്റേ ദിവസം ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പൊ അത്തരത്തിൽ അവർക്ക് അപ്പോൾ വരുന്ന ഇമോഷൻ എന്താണോ അത് അങ്ങോട്ട് കാണിക്കുക. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സ്നേഹമാണെങ്കിൽ സ്നേഹം, അങ്ങനെ. മാത്രമല്ല അത് എപ്പോഴും നിലനിൽക്കില്ല, കുറച്ച് നേരത്തേക്കായിരിക്കും. അപ്പൊ ആ ഒരു സ്വഭാവം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓരോ സമയത്തും ഓരോ രീതിയിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥവും അവർക്ക് നിങ്ങളോട് ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, അവരുടെ ആവശ്യത്തിന് മാത്രമായിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കണം തോന്നിക്കഴിഞ്ഞാൽ വരും. അവർക്ക് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, കുറച്ച് നേരം ഒന്ന് ടൈം പാസ് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ വരാണ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ മാത്രം മുൻനിർത്തി അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, എന്തെങ്കിലും ഇപ്പോൾ ക്യാഷിന്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരിക, അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ട്. ആ സമയത്താണ് നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം കാണാൻ പറ്റില്ല, സീരിയസ് അല്ല, ജസ്റ്റ് ടൈം പാസ് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത്, ബട്ട് എനിക്കതൊരു സീരിയസ് റിലേഷൻഷിപ്പായിട്ട് വേണം, ആ ആള് എന്നെ സീരിയസ് ആയിട്ട് സ്നേഹിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്കൊരു പേഴ്സണൽ ഗൈഡൻസ് തരാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്ക് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്